മേശവിളക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഏറെക്കാലം ഇന്ത്യക്ക് പുറത്ത് ജീവിച്ച ഷീല ടോമി തൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പുസ്തകങ്ങളിലൂടെ, രചനകളിലൂടെ, കഥകളിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു. ഈ പുസ്തകം തീർച്ചയായും മലയാളികൾ നെഞ്ചോട് ചേർക്കും. കാരണം ലോകമെങ്ങും നടക്കുന്ന എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നവരാണ് മലയാളി. ഇന്നത്തെ ഡിജിറ്റൽ യുഗം അതിന് കൂടുതൽ സാധ്യതകളും നൽകുന്നു. ലോകമെമ്പാടും നടക്കുന്ന നിരവധിയായ സംഘർഷങ്ങൾ, കലാപങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഭരണമാറ്റങ്ങൾ, ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന മലയാളിക്ക് ഈ പുസ്തകം ഏറെ പ്രിയപ്പെട്ടതായിരിക്കും. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരിക്കലും ഇസ്രയേലിൽ പോയിട്ടില്ലാത്ത ഷീല ടോമി പ്രധാനമായും എഴുതിയിരിക്കുന്നത് അവിടുത്തെ കഥയാണ്. റൂത്ത് എന്ന ഒരു ഗ്രാമീണയായ പെൺകുട്ടിയുടെ കഥ. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമാകാൻ ഇടയുള്ള ഒരു കഥാപാത്രമാണ് റൂത്ത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും എത്രയോ പെൺകുട്ടികളാണ് നഴ്സിംഗ് പഠിച്ച് വിദേശത്തേക്ക് പോകുന്നത്. ലോകമെമ്പാടും തന്നെ ആരോഗ്യ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് മലയാളി നഴ്സുമാർ. അത്തരത്തിലുള്ള ഒരു യുവതിയാണ് റൂത്ത്. വയനാട്ടിലെ കൈമാപ്പാടങ്ങളുടെ സുഗന്ധവും അവിടുത്തെ സംസ്കാരവും ഉൾക്കൊണ്ട ഒരു സാധാരണ പെൺകുട്ടി. പക്ഷേ അവളെ വല്ലാത്ത ജീവിത ദുരിതങ്ങൾ വേട്ടയാടുന്നു. ഈ പുസ്തകത്തിൽ തന്നെ ഷീല പറയുന്നുണ്ട്, വീട് തലയിൽ ചുമന്ന് ഭൂമിക്ക് ഏതറ്റം വരെ പോകാൻ തയ്യാറാകുന്ന പെൺകുട്ടികളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്. റൂത്തും അങ്ങനെ ഒരു സ്ത്രീയാണ്. തനിക്ക് പ്രണയം തോന്നിയ ആൽബിയെ വിവാഹം കഴിക്കുന്നു. 2 പെൺമക്കളുണ്ടാകുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആൽബി രോഗാതുരനാവുകയും കിടക്കയിലാവുകയും ചെയ്യുന്നു. രോഗശയ്യയിലായി കഴിഞ്ഞതോടെ ജീവിതം വഴിമുട്ടുന്ന റൂത്ത് ഒടുവിൽ ഭർത്താവിനെയും മക്കളെയും നാട്ടിൽ വിട്ടിട്ട് ജോലി തേടി, ഉപജീവനം തേടി, ഒരുപക്ഷെ അതിജീവനം തേടി റൂത്ത് പോവുകയാണ്. എത്രയോ പെൺകുട്ടികൾ, എത്രയോ യുവതികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ പട്ടണങ്ങളിൽ നിന്നും അങ്ങനെ പോകുന്നു. പലപ്പോഴും അവരുടെ കഥകൾ ചില സിനിമകളിലും അപൂർവമായി കഥകളിലും വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ചരിത്രം ആരും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒരർത്ഥത്തിൽ നമ്മുടെ അത്തരം യുവതികളുടെ യാത്രകൾ, ജീവിതം, അവർ കടന്നുപോയ കടുത്ത പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ രേഖപ്പെടുത്തൽ കൂടിയാണ് ഷീല ടോമി ചെയ്തിരിക്കുന്നത്. റൂത്ത് ആദ്യം പോകുന്നത് ദുബായിലേക്കാണ്. ആയിരക്കണക്കിന് സ്ത്രീകളാണ്, യുവതികളാണ് നഴ്സിങ്ങിനും വീട്ടുജോലിക്കും മറ്റ് പലതരത്തിലുള്ള തൊഴിലും തേടി ദുബായിലും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നത്. പക്ഷെ അവിടെ പലപ്പോഴും ഒരു ചെറിയ പത്രവാർത്തയിൽ മാത്രം അവർ നേരിടുന്ന ദുരിതങ്ങൾ നമ്മൾ അറിയാറുണ്ട്. അവർ അകപ്പെട്ടു പോകുന്ന കെണികൾ വളരെ അത്യപൂർവമായി മാത്രമാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എത്രയോ നൂറുകണക്കിന്, ആയിരക്കണക്കിന് സ്ത്രീകൾ അത്തരം കെണികളിൽ പെട്ടുപോകുന്നുണ്ട്. റൂത്തും അങ്ങനെ ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ ഒരു യുവതിയാണ്. റൂത്ത് ആദ്യം ദുബായിൽ പോകുന്നതും അവിടെ വെച്ച് സംഭവിക്കുന്ന വളരെ അസാധാരണമായ, ഭീതിതമായ അനുഭവങ്ങൾ, ഒരു വലിയ ചതിയിൽപ്പെട്ടിട്ടാണ് റൂത്ത് പോകുന്നത്. ആ യാത്ര ഒരിക്കലും അതേപോലെ മടങ്ങി വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഷീല വളരെ കാലം UAE-യിലായിരുന്നതുകൊണ്ട്
അത്തരത്തിലുള്ള സ്ത്രീകളെ പരിചയപ്പെടുകയോ അത്തരം കഥകൾ കേട്ടിട്ടും ഉണ്ടാകാം. അതായിരിക്കാം ഒരു പക്ഷേ ഷീല ടോമിയെ കൊണ്ട് ഇത്തരമൊരു കഥ പറയിച്ചത് എന്ന് നമുക്ക് കരുതാം. കാരണം റൂത്ത് കടന്നുപോയ വഴികളും റൂത്ത് അനുഭവിച്ച വേദനകളും പ്രശ്നങ്ങളും, മണലാരണ്യത്തിൽ ഒരു രാത്രി മുഴുവൻ തങ്ങേണ്ടി വന്ന അവസ്ഥ, പലതരത്തിലുള്ള മലയാളികൾ ഉൾപ്പെടുന്ന ചില മാഫിയ സംഘങ്ങൾ നടത്തിയ തട്ടിപ്പ്, തൊഴിൽ തട്ടിപ്പ്, അതിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി. പക്ഷെ അവിടെ അവൾ തോറ്റില്ല. കാരണം ലക്ഷങ്ങൾ കടം വാങ്ങി നാട്ടിൽ ഭർത്താവിനെയും മക്കളെയും നാട്ടിൽ വിട്ടിട്ട് ജോലി തേടി പോകുമ്പോൾ തന്നെ സമൂഹം നെറ്റിചുളിച്ചിരുന്നു. ഇനി ഒരു പരാജയപ്പെട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരിക എന്നത് അസാധ്യമാണ്. ആ ദുബായിലെത്തിയ റൂത്ത് പിന്നീട് ഇസ്രയേലിലെത്തുകയാണ്. മെത്താപെലിത്ത എന്ന പേരിൽ, അതായത് കെയർ ഗിവർ. ഇന്ന് ലോകം മുഴുവനും തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും പോകുന്നത് ഈ കെയർ ഗിവറായിട്ടാണ്. വൃദ്ധരെ, രോഗികളെ പരിപാലിക്കുക ഏറ്റവും ശമ്പളം കിട്ടുന്ന ഏറ്റവും ലാഭകരമായ ഒന്നായി പല യുവാക്കളും യുവതികളും അതിനെ കണക്കാക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഡിഗ്രികളുള്ള, ബിരുദങ്ങളുള്ള യുവാക്കൾ പോലും കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകുന്നത് കെയർ ഗിവറായിട്ടാണ്. അവിടെയൊക്കെ വൃദ്ധരെയും രോഗികളെയും സംരക്ഷിക്കുക, പരിചരിക്കുക എന്നത് അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അവിടെയാണ് നമ്മുടെ യുവാക്കൾ അവിടെ എത്തിപ്പെടുന്നത്. പലരും അത് ആസ്വദിക്കുന്നു, പലരും അത് തുടരുന്നു, പലരും അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കെയർ ഗിവറായിട്ടാണ്, ഒരു പരിചാരികയായിട്ട്, ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് റൂത്ത് ഇസ്രയേലിലെത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് നിരന്തരം മാധ്യമങ്ങളിൽ ഇസ്രയേലും പാലസ്തീനും നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷം പിടിക്കലില്ല. തീർച്ചയായും ഭരണകൂടം നടത്തുന്ന കശാപ്പുകൾ, ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലുകൾ, അതിനെതിരായിട്ട് എഴുത്തുകാരി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജീവിതത്തിനിടയിൽ നമ്മൾ മാധ്യമങ്ങളിൽ, ചാനലുകളിൽ ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്, ഇസ്രയേലിലെ പട്ടാളക്കാരെ കാണുന്നുണ്ട്, ലെബനനും സിറിയയും കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെങ്ങനെയാണ് ഈ കലാപങ്ങൾക്കിടയിൽ, ഈ വെടിപ്പുകയുടെ ഇടയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവിടെയും പ്രണയമുണ്ട്, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധമുണ്ട്, പല രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. അവരും ജീവിക്കുകയാണ്. അത്തരത്തിലുള്ള ജീവിതത്തെ ഒരു സിനിമയിൽ എന്ന പോലെ ഷീല നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നു. നമുക്ക് അപരിചിതമായ ദേശങ്ങൾ, നമുക്ക് തീരെ പരിചയമില്ലാത്ത സംസ്കാരം, ഭക്ഷണരീതി. യഥാർത്ഥത്തിൽ ഇസ്രയേലിലെ ജീവിതത്തെക്കുറിച്ച് ഷീല ടോമി എഴുതുമ്പോൾ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പലതരത്തിലുള്ള ആചാരങ്ങളെക്കുറിച്ചും ഭക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ പരാമർശമുണ്ട്. ഒപ്പം അവിടുത്തെ രാഷ്ട്രീയവും. പലസ്തീനെ രക്ഷിക്കാൻ എന്ന പേരിൽ ഹമാസ് നടത്തുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങൾ, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഇസ്രയേലി ഭരണകൂടം നടത്തുന്ന കൊടും പാതകങ്ങൾ. ഇതിൻ്റെ ഇടയിലാണ് റൂത്ത് ജീവിക്കുന്നത്. റൂത്ത് അവിടെ എത്തുകയും ഒരു വ്ളോഗറായി മാറുകയും ചെയ്യുന്നു. ദുബായിലെ ആ ഭീകരമായ രാത്രികൾക്ക് ശേഷം പലരുടെയും സഹായത്തോടുകൂടി, പലരുടെയും മനുഷ്യത്വം അവളെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെയാണ് അവൾ ഇസ്രയേലിലെത്തുന്നത്. അവിടെ ഡോക്ടർ ഡേവിഡ് എന്ന ഒരു സർവകലാശാല പ്രൊഫസർ, ബുദ്ധിജീവിയായ ഒരു ദാവീദ് എന്ന അദ്ദേഹത്തിനെ പരിചരിക്കുക എന്ന, വൃദ്ധനായ രോഗിയായ അദ്ദേഹത്തെ പരിചരിക്കാനാണ് റൂത്തിന് നിയോഗം. ആ വീട്ടിൽ റൂത്ത് പ്രിയപ്പെട്ടവളായി മാറുന്നു. ആ ഇസ്രയേലി കുടുംബം റൂത്തിനെ ചേർത്ത് നിർത്തുന്നു. അവിടെ
അവൾ അനുഭവിക്കുന്നത്, അവൾ കാണുന്നത്, അവൾ കേൾക്കുന്നത്, അവൾ അറിയാതെ എടുത്തെറിയപ്പെടുന്നത് എവിടേക്കോ ആണ്. വയനാട്ടിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നും തൊഴിൽ തേടിപ്പോയ ഒരു പെൺകുട്ടി. നമുക്കറിയാം, ഇസ്രയേലിൽ ധാരാളം മലയാളികളുണ്ട്. ഈ കഥയിലും ധാരാളം മലയാളികളെ എഴുത്തുകാരി പരിചയപ്പെടുത്തുന്നുണ്ട്. ബിജുവും ലില്ലിയും മറിയയും നിരവധി പെൺകുട്ടികൾ, നിരവധി യുവാക്കൾ എന്ന് മാത്രമല്ല അവിടുത്തെ ജൂതർ. നമുക്കറിയാം, കൊച്ചിയിലെ ജൂതന്മാർ ചിതറിപ്പോയവരാണ് ജൂതർ. റോമാക്കാർ 5000 വർഷത്തിന് മുൻപ് തന്നെ, 5000 വർഷം മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു നഗരമാണ് ജെറുസലേം. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട പുണ്യസ്ഥലം. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും സുപ്രധാനമായ ഒരിടം. പക്ഷേ ഇന്നത് സംഘർഷഭരിതമാണ്, കലാപങ്ങൾ നിറഞ്ഞതാണ്, ചോരയും കണ്ണുനീരും നിറഞ്ഞതാണ്. ഈ ഒരു ഭൂമിയിൽ, ആ ഒരു ഭൂമികയിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് അവർ ഇതിലേക്കൊക്കെ പെട്ടുപോകുന്നത്? നിരന്തരം ഭയവും പരസ്പരം സംശയവും അവിശ്വാസവും നിറഞ്ഞ ഒരു ലോകം. പക്ഷേ റൂത്ത് അവിടെ ജീവിക്കുമ്പോൾ, ആബയുടെ വീട്ടിൽ, അവിടെ ഇസ്രയേലികളായിരിക്കുമ്പോഴും എപ്പോഴും നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, ഇസ്രയേലിൽ തന്നെയുള്ള ജൂതന്മാർ. നമുക്കറിയാം, എല്ലായിടത്തും മനുഷ്യർ ഒരുപോലെയാണ്. അത് പലസ്തീനുകളായാലും ഇസ്രയേലികളായാലും ഇന്ത്യക്കാരായാലും മനുഷ്യർ, സാധാരണ മനുഷ്യർ. അവർക്ക് ഓരോ ദിനവും തള്ളി നീക്കാൻ വേണ്ടി തൊഴിലെടുത്ത് അവരുടെ ജീവിതം തള്ളി നീക്കുന്നവർ. ഓരോ ദിനവും അവർക്ക് പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഈ സംഘർഷങ്ങളില്ല, അവരാരെയും വെറുക്കുന്നില്ല, അവർക്ക് വിദ്വേഷങ്ങളില്ല. അവരല്ല, ഈ വിദ്വേഷത്തിനൊക്കെ കോപ്പ് കൂട്ടുന്നത് അധികാരമുള്ളവരാണ്, ഭരണാധികാരികളാണ്, ഭരണകൂടമാണ്. സാധാരണ മനുഷ്യർ, അവർ സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും പരസ്പരം തുണയായും ജീവിക്കുന്നവരാണ്. ഇസ്രയേലിൽ അറബികളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവരെല്ലാവരും പരസ്പരം സ്നേഹിച്ചും പരസ്പരം തുണയായും ജീവിക്കുന്നു. ഇതിനിടയിലാണ് റൂത്ത് എത്തിപ്പെടുന്നത്. അവിടെ റൂത്ത് കാണുന്നതും കേൾക്കുന്നതും ഒരു ഭാഗത്ത് വിദ്വേഷവും ഒരു ഭാഗത്ത് സൈന്യങ്ങളും പട്ടാളവും അവിശ്വാസവും നിലനിൽക്കുമ്പോഴും മനുഷ്യത്വം വറ്റിപ്പോകാത്ത ഒരു കൂട്ടം മനുഷ്യർ. റൂത്ത് വിജയത്തിൻ്റെ പാതയിൽ തന്നെയാണ്. റൂത്ത് പരാജയപ്പെട്ടില്ല, അവളൊരു അതിജീവിതയാണ്. എല്ലാത്തരം പ്രതിസന്ധികളും കടന്ന് അവൾ ഇസ്രയേലിലെത്തുകയും വീട്ടിലേക്ക് അവൾക്ക് പണം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു. വയനാട്ടിലെ ഗ്രാമത്തിൽ അവളുടെ പണവും കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവളുടെ പ്രിയപ്പെട്ട ഭർത്താവും അവളുടെ ഏറ്റവും പ്രിയങ്കരായ 2 പെൺകുഞ്ഞുങ്ങളും അവർ കാത്തിരിക്കുകയാണ്. പെൺമക്കൾ അവൾക്ക് കൊടുക്കുന്ന വലിയ കരുത്താണ്. അവൾ അവിടെ ഇസ്രയേലിൽ, ജെറുസലേമിൽ ഹീബ്രു ഭാഷയാണ് അവിടെ. അവൾക്കറിയാത്ത ഭാഷ, അറിയാത്ത സംസ്കാരം. പക്ഷേ അവൾ അവരിൽ ഒരാളായി മാറുന്നു. അവളൊരു വ്ളോഗറായി മാറുന്നു. അവിടെ നടക്കുന്നതെല്ലാം അവൾ ദൃശ്യവൽക്കരിക്കുകയും അവൾ തൻ്റെ വ്ളോഗിലൂടെ അത് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അവിടെ അവൾ ചില രാജ്യസ്നേഹികളായ, നീതി വിശ്വസിക്കുന്ന യുവാക്കളെ കണ്ടുമുട്ടുന്നു. അവളെ ചേർത്ത് നിർത്തുകയും അവളെ സ്നേഹിക്കുകയും അവളെ അവരിൽ ഒരാളായി കണക്കാക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒരു ഭംഗി അതുകൂടിയാണ്. നമുക്കറിയാം, ഇസ്രയേലിനെക്കുറിച്ച്, ജെറുസലേമിനെക്കുറിച്ച്, ഗസയെക്കുറിച്ച്, പാലസ്തീനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് ദുഃഖം നിറഞ്ഞ, വേദന നിറഞ്ഞ കഥകളായിരിക്കും. പക്ഷെ അതിനൊപ്പം തന്നെ മനുഷ്യ നന്മ, മനുഷ്യരുടെ സ്നേഹം അതുകൂടി ഇതിൽ വളരെയേറെ വ്യക്തമാകുന്നു.
വളരെ സമാധാനം തരുന്ന, ശുഭ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഷീല ടോമി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കഥ. കാരണം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും അടിച്ചമർത്തലുകളും ഉള്ളപ്പോഴും ആപ്പിൾ മരങ്ങളുള്ള, ഒലിവ് മരങ്ങൾ നിറഞ്ഞ ആ പ്രദേശം നമ്മുടെ മുന്നിൽ ഒരു മനോഹരമായ ഒരു ഭൂപ്രദേശമായി തെളിഞ്ഞു വരിക ചെയ്യുന്നു. ജോർദാൻ നദിയും ഗലീലിയ തടാകവും ഒലിവ് മരങ്ങളും മനോഹരമായ മലനിരകളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഭൂപ്രദേശങ്ങൾ, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ. നമുക്കറിയാം, ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യേശുദേവൻ, ഉണ്ണി യേശു പിറന്ന ഇടമാണത്. ബെത്ലഹേമിൽ നിന്നും ആ ഉണ്ണി യേശു കാലിത്തൊഴുത്തിൽ പിറന്നു വീഴുകയും ഒടുവിൽ കുരിശുമരണം സ്വീകരിക്കുകയും ചെയ്ത ആ മഹത്തായ കഥ, മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച യേശുദേവൻ്റെ കഥ, അത് മുഴുവൻ ആ പ്രദേശത്ത്, അതാണ് ആ കഥ. ആ പ്രദേശത്ത് മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കഥകളാണ്. പീഡനത്തിൻ്റെയും വേദനയുടെയും ഒറ്റിക്കൊടുക്കലിൻ്റെയും ഒക്കെ കഥയുടെ ഒപ്പം തന്നെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ്, മനുഷ്യ സ്നേഹത്തിൻ്റെ കഥ കൂടിയാണ്. ഷീല ടോമി ബൈബിൾ വചനങ്ങളും ഖുർആൻ വചനങ്ങളും പ്രവാചകൻ്റെ കഥകളും ഖലീൽ ജിബ്രാനും വാരി വിതറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പുതിയ പലസ്തീൻ കവികളുടെ, സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹിക്കുന്നവരുടെയൊക്കെ കഥകളുണ്ട്. ഇതിൽ പറയുന്ന 2 പേർ, വളരെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ. ഒന്ന് ആന്ത്രോപോളജിസ്റ്റായ സാറയുടെ സഹോദരൻ സഹേൽ. ഇവർ 2 പേരും യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. ഇവർ 2 പേരും അവിടെ വളരെ പ്രധാനപ്പെട്ട തരത്തിൽ മോചനത്തിനായി, വിമോചനത്തിനായി മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. അവരെ പിന്നീട് കാണുന്നതും സാറ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആ പുസ്തകത്തിൻ്റെ ഒടുവിൽ ഷീല ടോമി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം നമ്മളെന്നും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന സംഭവങ്ങൾ മാറ്റി നിർത്തിയിട്ട്, ദൈനംദിനം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന സാധാരണ സംഭവങ്ങളല്ല, പക്ഷേ അതിനപ്പുറത്ത്, അതിൻ്റെ പിന്നിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ്. ആ മനുഷ്യർ പലസ്തീനിലുള്ള, ഇതിൽ റൂത്ത് ചില ആവശ്യങ്ങൾക്കായി പലസ്തീനിലും പോകുന്നുണ്ട്. പലസ്തീൻ പ്രദേശം, ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും യാത്ര ചെയ്യുന്നുണ്ട്. പലതരം ദേവാലയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും തെരുവിലെ സംഘർഷങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഒരു വ്ളോഗറായ റൂത്തിനെ പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഉൾപ്പെടാതെ, നമ്മൾ സാധാരണ പറയുന്നത് പോലെ താമര ഇലയിൽ വെള്ളം പോലെ, ഇതിലൊന്നും പൂർണ്ണമായി ഉൾപ്പെടുന്നില്ല, എന്നാൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യത്യസ്തയായ റൂത്ത്. പക്ഷെ ഒടുവിൽ സംഘർഷം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുകയും അവൾ പരിചരിച്ചിരുന്ന ആബ മരിക്കുകയും അവിടെയുള്ള അഷേൽ, ആ യുവാവ്, അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ അവിടെ നിന്നും വീണ്ടും അവളുടെ യാത്ര തുടരുകയാണ്. കഥയുടെ അവസാനം, അല്ലെങ്കിൽ അതിൻ്റെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ബാക്കി നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വായിക്കുക തന്നെ വേണം. എങ്ങോട്ടാണ് റൂത്ത് പോവുക? ഇതൊരു ത്രില്ലർ പോലെയാണ്. ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ രചനാ ഘടന തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. തുടക്കം ജോർദാനിൽ, ഇസ്രയേലിലാണ്. ഇസ്രയേലിൽ റൂത്ത് നിൽക്കുന്നിടത്തുനിന്ന് കഥ തുടങ്ങുന്നത്. ആ കഥയുടെ ഇടയിലാണ് അവൾ എങ്ങനെ എവിടെ എത്തി എന്ന ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. അവളുടെ യാത്ര,
അവളുടെ കഴിഞ്ഞ അവളുടെ ഭൂതകാലം, ദുരിതങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ അവളുടെ ഭൂതകാലം, അത് ചില ഫ്ലാഷ് ബാക്കുകളായി കടന്നു വരികയാണ് ചെയ്യുന്നത്. ആ ഒരു രചനാ രീതി അതിനൊരു ത്രില്ലർ സ്വഭാവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ അധ്യായം കഴിയുമ്പോഴും നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാൻ ഒരു തിടുക്കം തോന്നും. കാരണം എങ്ങനെയാണ് അവൾ അവിടെ എത്തിയത്? എങ്ങനെയാണ് അവൾ ദുബായിലേക്കാണല്ലോ പറന്നത്. അവൾ വയനാട്ടിൽ നിന്നും അവൾ കേരളത്തിൽ നിന്നും പോയത് ദുബായിലേക്കാണ്. ഒരു നേഴ്സാവാൻ ആഗ്രഹിച്ച് എത്രയോ നേഴ്സുമാർ എത്രയോ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് അവൾ അവിടേക്ക് പറന്നത്. പക്ഷേ അവിടെ അവളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ കഥ പറയുമ്പോൾ ഇതൊരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് വരിക. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവൾ അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, അവളുടെ ചിന്തകളെക്കുറിച്ച്, അവളുടെ ഭീതികളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് അവളുടെ ഭൂതകാലത്തിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഷീല ടോമി നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു ചലച്ചിത്ര കാവ്യത്തിൻ്റെ മനോഹാരിത ഉണ്ടാകുന്നത്. വളരെ മനോഹരമായൊരു ഭൂപ്രദേശത്ത് വളരെ നാടകീയമായ സംഘർഷഭരിതമായ സംഭവ വികാസങ്ങളിലൂടെ തെളിഞ്ഞു വരുന്ന ഒരു കഥ. റൂത്തിലൂടെ മനുഷ്യവംശത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച്, ഒപ്പം ചരിത്രത്തെക്കുറിച്ചും ഷീല ടോമി നമ്മളോട് സംസാരിക്കുന്നു. ഈ പുസ്തകത്തിന് ഇതിനിടയിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ്. പക്ഷേ അത്രയേറെ അത് വായിക്കപ്പെട്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം പലസ്തീനെയും ഇസ്രയേലും ഗസയും ഒക്കെ മലയാളികൾക്ക്, ചിന്തിക്കുന്ന വായിക്കുന്ന മലയാളികൾക്ക് വളരെയേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായിട്ടും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷീല ടോമി ഇസ്രയേലിൽ പോയിട്ടല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിലെ ഓരോ തെരുവും, അവിടെയുള്ള ഓരോ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഹൃദിസ്ഥമാക്കിയ മാതിരിയാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ അത്ഭുതകരമാണത്. അത്രയേറെ ഗവേഷണം, അത്രയേറെ വായന ഈ പുസ്തക രചനയിൽ ഷീല ടോമിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ വിശദാംശങ്ങൾ നിറഞ്ഞ ചില പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട് ഇതിൽ. അത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം നമുക്ക് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് തീർച്ചയായും വിവരങ്ങൾ നമുക്ക് കിട്ടും എന്നത് ശരിയാണ്. പക്ഷേ ഇത്രയേറെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശേഖരിച്ചത് എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേലിലെ ജീവിതം പരിചയപ്പെടുത്തി തന്ന ചിലർക്ക് ഒടുവിൽ ഷീല ടോമി നന്ദി പറയുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ താമസിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ഷീല ടോമിയെ സഹായിച്ചിട്ടുണ്ടാകാം. ചരിത്രപ്രധാനമായ, ചരിത്രത്തിൽ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഈ പ്രദേശങ്ങളെക്കുറിച്ച് അവിടെ നടന്നുപോയി അവിടെയെല്ലാം കണ്ട് പരിചയപ്പെട്ട ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ആഗ്രഹിക്കും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇത്രയേറെ പ്രധാനപ്പെട്ട, ഇത്ര സുന്ദരമായ, ഇത്ര മനോഹരമായ, 5000 വർഷം പഴക്കമുള്ള, സംസ്കാരമുള്ള, അത്രയേറെ പാരമ്പര്യമുള്ള ഒരു നഗരം, ലോകത്തെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്ന്, ഈ പ്രദേശം ശാന്തമാകണം, സമാധാനപൂർണമാകണം. ഇവിടുത്തെ മനുഷ്യർ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ സ്ത്രീകൾ, അവർക്ക് സമാധാനവും സ്നേഹവുമാണ് ആവശ്യമെന്ന് നമുക്ക് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ തോന്നും. തീർച്ചയായും പുസ്തകം കൂടുതൽ കൂടുതൽ വായിക്കപ്പെടേണ്ടതും
കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. അതിന് നമ്മുടെ വായനക്കാർ തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കുക.